Hi friends, എല്ലാവർക്കും ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ബഡ്ജറ്റ് സീരീസ് സ്മാർട്ട് ഫോണിൽ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ബ്രാൻഡാണ് റെഡ്മി എന്ന് പറയുന്നത്. അപ്പോൾ റെഡ്മി അടുത്ത് പുതിയൊരു സ്മാർട്ട് ഫോൺ ഇറക്കിയിട്ട് ബഡ്ജറ്റ് സീരീസ് ആയിട്ട് അതാണ് റെഡ്മി Y3. അപ്പോൾ ഇന്ന് ഈ സ്മാർട്ട് ഫോണിന്റെ അൺബോക്സിങ്ങും റിവ്യൂമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മളിപ്പോൾ 10,000 രൂപയ്ക്ക് താഴെ സ്മാർട്ട് ഫോൺ സെർച്ച് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ സജസ്റ്റ് ചെയ്യുന്ന ബ്രാൻഡുകളിൽ ഒന്നാണ് റെഡ്മി എന്ന് പറയുന്നത്. അതിൽ തന്നെ ഒരുപാട് വേരിയൻറ്റ് വരുന്നുണ്ട്. ഇപ്പോൾ ഈ Y സീരീസ് എന്ന് പറയുന്നത് ഫ്രണ്ട് ക്യാമറയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് അവർ ഇറക്കിയൊരു സീരീസ് സ്മാർട്ട് ഫോണാണ്. അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡലാണ് Y3 എന്ന് പറയുന്നത്. ഇതിൻ്റെ ഏറ്റവും പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് 32 മെഗാപിക്സൽ സെൽഫി ക്യാമറ എന്നുള്ളതാണ്. അതായത് നല്ല അടിപൊളി ക്രിസ്പായിട്ടുള്ള ബ്രൈറ്റ് ആയിട്ടുള്ള ക്ലാരിറ്റിയോട് കൂടി നമുക്ക് സെൽഫീസ് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നതാണ് കമ്പനി പറയുന്നത്. അപ്പോൾ ഇനി നമുക്കിത് അൺബോക്സ് ചെയ്ത് ഇത് എന്തൊക്കെയാണ് കിട്ടുന്നത്, ഇതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഒരു വൈറ്റ് റെഡ് നല്ല അടിപൊളി കോമ്പിനേഷനിലാണ് ബോക്സ് വരുന്നത്. ബോക്സിന് പുറത്തിടെ അതിൻ്റെ പ്രധാന ഫീച്ചേഴ്സ് ഒക്കെ ഇതിൻ്റെ 32 മെഗാപിക്സൽ സെൽഫി ക്യാമറ, സ്നാപ്ഡ്രാഗണിൻ്റെ 632 പ്രോസർ, 6.26 ഇഞ്ച് ഡിസ്പ്ലേ, 4.5 mAh ബാറ്ററി എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ആ കാര്യങ്ങളൊക്കെ അൺബോക്സ് ചെയ്തിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ബോക്സ് തുറക്കുമ്പോൾ നമുക്കൊരു ചെറിയൊരു ബോക്സ് എക്സ്ട്രാ ലഭിക്കുന്നുണ്ട്. ഇതിൽ ഒരു ട്രാൻസ്പെറൻറ്റ് കേസാണ് വരുന്നത്. അത് നമുക്ക് നോക്കാം. പിന്നെ നമ്മുടെ റെഡ്മി Y3, നമ്മുടെ സ്മാർട്ട് ഫോൺ റെഡ്മി Y3 നല്ല അടിപൊളി ലുക്കിൽ ആ ഒരു ചെറിയൊരു ക്യാമറ, ആ ഒരു നോച്ച് ഡിസ്പ്ലേയോട് കൂടി സാധനം വന്നിട്ടുണ്ട്. അത് മാറ്റി വെക്കാം. പിന്നെ നമുക്ക് കിട്ടുന്നത് ഒരു ചാർജർ, റെഡ്മിയുടെ എല്ലാ സ്മാർട്ട് ഫോണിലും കിട്ടുന്ന പോലെ തന്നെ ഒരു 2 ആംപിയറിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജർ കിട്ടുന്നുണ്ട്. പിന്നെ ഒരു USB കേബിളും. ഇതിനൊപ്പം ഹെഡ്സെറ്റും കാര്യങ്ങളൊന്നും തന്നെ കിട്ടുന്നില്ല. അതെല്ലാവർക്കും അറിയാം, റെഡ്മിയുടെ സ്മാർട്ട് ഫോണൊപ്പം ഹെഡ്സെറ്റൊന്നും കിട്ടില്ല. അപ്പോൾ ഇത്രയാണ് ബോക്സിലുള്ളത്. ഇനി നമുക്ക് ബോക്സിലുള്ള കണ്ടന്റ് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചാർജർ നോക്കാം. ചാർജർ എന്ന് പറഞ്ഞാൽ നമ്മുടെ 5 വോൾട്ട് 2 ആംപിയർ തരുന്ന ഔട്ട്പുട്ട് തരുന്ന ചാർജറാണ്. ക്വാൽകോം ക്വിക്ക് ചാർജ് സപ്പോർട്ട് ചെയ്യുന്ന ചാർജറുകളാണ് റെഡ്മിയുടെ ഫോണുകളിൽ വരുന്നത്. അപ്പോൾ കോമൺ ആയിട്ട് കിട്ടുന്ന ഒരു മോഡൽ തന്നെയാണ് ഇതിനോടൊപ്പം കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതെന്തായാലും എല്ലാവർക്കും പരിചയം ഉണ്ടാവും. അപ്പോൾ നമുക്കത് മാറ്റി വെക്കാം. പിന്നെ നമ്മുടെ സ്മാർട്ട് ഫോൺ ഉണ്ട്. ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടതുകൊണ്ട് നമുക്ക് കുറച്ച് കഴിഞ്ഞ് നോക്കാം. നമുക്ക് ഇതിനോടൊപ്പം എക്സ്ട്രാ കിട്ടുന്ന ഒരു വൈറ്റ് ട്രാൻസ്പെറൻറ്റ് കേസ് ഉണ്ട്. ഈ ഒരു ബോക്സിൽ യൂസർ മാനുവലും ഗൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊന്നും ആരും പതിവായി നോക്കാറില്ല. പിന്നെ ഒരു ട്രാൻസ്പെറൻറ്റ് കേസ്, നമ്മുടെ സ്മാർട്ട് ഫോൺ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു ട്രാൻസ്പെറൻറ്റ് കേസ്. ഇപ്പോൾ പല സ്മാർട്ട് ഫോണുകളും നമുക്ക് ഷോപ്പിൽ അതിൻ്റെ കേസൊന്നും അവൈലബിൾ അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ പല ബ്രാൻഡുകളും ഇതുപോലെ ഒരു ട്രാൻസ്പെറൻറ്റ് കേസ് ഇതിനോട് ഫോണിനൊപ്പം കൊടുക്കാറുണ്ട്. അപ്പോൾ നല്ല അടിപൊളി ഒരു കുഴപ്പമില്ലാത്തൊരു ട്രാൻസ്പെറൻറ്റ് കേസ് തന്നെ ഇതോടൊപ്പം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് യൂസ് ചെയ്യാം, അത് മാറ്റി വെക്കാം. പിന്നെ ഇതിലൊരു സിം എജക്ടർ ടൂളും കിട്ടിയിട്ടുണ്ട്, എല്ലാ ഫോണിലും കിട്ടുന്ന പോലെ തന്നെ. അപ്പോൾ ഇതാണ് റെഡ്മി Y3 സ്മാർട്ട് ഫോൺ. ഇത് പ്രധാനമായിട്ട് 3 കളറിലാണ് അവൈലബിൾ ഉള്ളത്. എലഗൻറ്റ് ബ്ലൂ, ബോൾഡ് റെഡ്, പ്രൈം ബ്ലാക്ക്. ഈ കാണുന്നതാണ് എലഗൻറ്റ് ബ്ലൂ. ഒരു വെറൈറ്റി ഫിനിഷിങ്ങോട് കൂടിയ ഒരു ബ്ലൂ ആണ്. പ്ലെയിൻ ബ്ലൂ അല്ല, ഒരു ഡാർക്ക് ഷെയ്ഡ് നടുവിലൂടെയും നല്ല ലൈറ്റ് ആയിട്ടുള്ള ബ്ലൂ ഷെയ്ഡ് സൈഡിലൂടെയും പോകുന്നുണ്ട്. അപ്പോൾ ഒരു ചെറിയ സ്ട്രിപ്പ്, ഒരു വര കാണുന്ന രീതിയിലാണ് ഇതിൻ്റെ ഡിസൈൻ കൊടുത്തിട്ടുള്ളത്. സൈഡും അതേപോലെ ആ ബ്ലൂ കളറാണ് കൊടുത്തിരിക്കുന്നത്. നല്ല മെറ്റാലിക് ഫിനിഷോട് കൂടി തോന്നുന്ന രീതിയിലാണ് കളർ കൊടുത്തിട്ടുള്ളത്. ബാക്കിലായിട്ട് 2 ക്യാമറ, ഫിംഗർ പ്രിൻറ്റ് സെൻസർ. എന്താ പറയുക, ഒറ്റ ലുക്കിൽ തന്നെ നല്ല അടിപൊളി ലുക്കാണ്. ഒരു എന്താ പറയുക, സെൽഫി ക്യാമറയ്ക്ക് വേണ്ടി ഇറക്കിയതാണെങ്കിലും ഫോൺ തന്നെ ഒരു ലുക്കാണ്. അപ്പോൾ ചിലർ വിചാരിക്കും സെൽഫി ക്യാമറ ഇറക്കുന്നത് ഗേൾസിന് വേണ്ടി ഫോക്കസ് ചെയ്തതാണ്. അങ്ങനെയല്ല. പക്ഷേ ഇത് സെൽഫി ക്യാമറയ്ക്ക് വേണ്ടി ഫോക്കസ്ഡ് ആണെങ്കിലും ഫോണിൻ്റെ ലുക്ക് കൊണ്ട് ബോയ്സിനും ഇത് സ്യൂട്ടബിൾ തന്നെയാണ്. കാരണം എന്താ പറയുക, ഒരു പ്രൊഫഷണൽ ലുക്ക് ഇതിന് ഫീൽ ചെയ്യുന്നുണ്ട്. ഇത്ര ബഡ്ജറ്റിൽ തന്നെ ഒരു ഗ്ലാസ് ഫിനിഷോട് കൂടി, ഇത് ഗ്ലാസ് ആണെന്ന് പറയുന്നില്ല, പക്ഷേ ഗ്ലാസിൻ്റെ ഒരു ലുക്ക് കിട്ടുന്ന രീതിയിൽ ഒരു കളറിൽ ഇറക്കിയ ബഡ്ജറ്റ് സീരീസ് സ്മാർട്ട് ഫോണിൽ എന്താ പറയുക, നല്ല അടിപൊളി ലുക്ക് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് അതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നല്ല ക്ലിയർ ആയിട്ടുള്ള ഡിസ്പ്ലേ. ഇതിന് മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ ചെറിയൊരു നോച്ചിലായിട്ട് ക്യാമറ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ 32 മെഗാപിക്സൽ ക്യാമറ, ഡ്രോപ്ലെറ്റ് ക്യാമറ. ഒരു ചെറിയ മഴത്തുള്ളി നിൽക്കുന്ന പോലെ ഡ്രോപ്പായിട്ടാണ് കാണുന്നത്. അതിന് മുകളിലായിട്ട് ഇയർ പീസ് കാണാം, ചെറിയ ഇയർ പീസ് കാണാം. ടച്ച് ബട്ടൺസ് ഒക്കെ ഉള്ളിലാണ്, കപ്പാസിറ്റി ബട്ടൺസ് അല്ല. ഡിസ്പ്ലേക്കുള്ളിൽ തന്നെയാണ് ബട്ടൺസ് വരുന്നത്. നമ്മുടെ റെഡ്മി നോട്ട് 5 സീരീസിൽ ലേറ്റസ്റ്റ് റെഡ്മിയിൽ വരുന്ന പോലെ തന്നെ ഉള്ളിലാണ് ബട്ടൺസ് വരുന്നത്. അതുപോലെ 16:9 ആസ്പെക്ട് റേഷ്യോയിലുള്ള ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇതിൻ്റെ ഡിസ്പ്ലേനെ പറ്റി പറയുകയാണെങ്കിൽ 6.26 ഇഞ്ച് LCD ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിന് പുറത്ത് ഗോറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. 5D ഗ്ലാസ് തന്നെ കൊടുത്തിരിക്കുന്നത്. ചെറിയൊരു കർവ് ഉണ്ട്. ഇപ്പോൾ ഇങ്ങനെ ലേറ്റസ്റ്റ് സ്മാർട്ട് ഫോണിലൊക്കെ ചെറിയ കർവ് ഡിസ്പ്ലേ ആണ് ഇറക്കുന്നത്. അതേപോലെ ഇതിൻ്റെ റെസൊല്യൂഷൻ പറയുകയാണെങ്കിൽ 1520x720 പിക്സൽ എന്ന് വെച്ചാൽ ഫുൾ HD അല്ല, HD മാത്രമേ ഇതിലുള്ളൂ. അതായത് 720p. പക്ഷേ 1080pയുടെ ഇതൊക്കെ നമുക്ക് MX Player വെച്ച് സപ്പോർട്ട് ചെയ്യിക്കാം. പക്ഷേ ഡിസ്പ്ലേയുടെ ക്ലാരിറ്റി അവർ പറയുന്നത് 720 പിക്സൽ വരെ സപ്പോർട്ട് എന്നാണ് പറയുന്നത്. അതോടൊപ്പം 296 ppi അതിൻ്റെ പിക്സൽ ഡെൻസിറ്റി പറയുന്നത്. അതേപോലെ അഡ്രിനോ 506ൻ്റെ ഗ്രാഫിക്സ് പ്രോസറൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം.
അപ്പോൾ ഇതിൻ്റെ ഒരു ഓവറോൾ ലുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ബാക്ക് കേസ് ചെയ്യുമ്പോൾ പൊളിക്കുന്നില്ല, കാരണം സ്ക്രാച്ച് ആവാനുള്ള സാധ്യത കൂടുതലുള്ളതുകൊണ്ട് ഞാൻ അപ്പോൾ പൊളിക്കുന്നില്ല. ഒരു നല്ല അടിപൊളി ഫിനിഷിങ്, നല്ലൊരു മെറ്റാലിക് ഫിനിഷ്, ഒരു കർവ് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ലുക്ക് തന്നെ അത്യാവശ്യം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഫീച്ചേഴ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിൽ 12 മെഗാ പിക്സലും അതുപോലെ 2 മെഗാ പിക്സലിൻ്റെ ഡുവൽ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. പോർട്രേറ്റ് മോഡ് ഇപ്പോൾ ഒരു ഫാഷനാണ്, ട്രെൻഡിങ് ആണ്, എല്ലാ ഫോണിലും വരുന്നുണ്ട്. അതുപോലെ ഫിംഗർ പ്രിന്റ് സെൻസർ കൊടുത്തിട്ടുണ്ട്. ഫിംഗർ പ്രിന്റ് സെൻസർ നമുക്ക് ലെഫ്റ്റ് ഹാൻഡിലും റൈറ്റ് ഹാൻഡിലും യൂസ് ചെയ്യുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ചൂണ്ടുവിരൽ എവിടെ എത്തുന്ന രീതിയിലാണ്. മാത്രമല്ല ഇത് അത്രയ്ക്ക് താന്നിട്ടല്ല, ഗ്ലാസ് ബോഡിയോട് ലെവലായി നിൽക്കുന്ന രീതിയിലാണ് ഫിംഗർ പ്രിന്റ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ബാക്കിലായിട്ട് റെഡ്മി, സാധാരണ MI ആണ് വരെ, ഇപ്പോൾ റെഡ്മി ബൈ Xiaomi എന്ന് പറഞ്ഞൊരു ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. ഫോണിന് മുകളിലായിട്ട് IR ബ്ലാസ്റ്റർ, റിമോട്ട് കൺട്രോളുള്ള IR ബ്ലാസ്റ്റർ, 3.5mm ഓഡിയോ ജാക്ക്, സെക്കൻഡറി നോയ്സ് ക്യാൻസലേഷൻ മൈക്ക്, താഴെയായിട്ട് 2 സ്പീക്കർ ഗ്രില്ല് കാണാം. പക്ഷേ ഒന്നിൽ മാത്രമേ സ്പീക്കറുള്ളൂ, മറ്റതിൽ മൈക്കാണ് കാണാം. പിന്നെ ഒരു ചാർജ് ചെയ്യാനുള്ള USB പോർട്ടും കാണാം. റൈറ്റ് സൈഡിലായിട്ട് വോളിയം ബട്ടണും അതേപോലെ പവർ ബട്ടണും. പിന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് സിം ഇടാനും അതേ മെമ്മറി കാർഡ് ഇടാനുള്ള ട്രേയും കാണാം. അപ്പോൾ ഇതിൽ നമുക്ക് 2 സിം ഒരു മെമ്മറി കാർഡ് ഇടാം. അതുമാത്രമല്ല ഇതിൻ്റെ സൈഡിലായിട്ടൊരു ചെറിയ സിം ട്രൈൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഒരു റബ്ബർ കൊണ്ട് ചെറിയൊരു വാട്ടർ പ്രൂഫിങ് പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. വാട്ടർ പ്രൂഫ് അല്ല, ഈർപ്പൊന്നും ഉള്ളിൽ കയറാതിരിക്കാനുള്ള ഒരു ചെറിയ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻ പറയുകയാണെങ്കിൽ ഇത് 2 വേരിയൻറ്റിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. 3GB 4GB റാമോട് കൂടിയാണ് വരുന്നത്. 3GB റാമുള്ള ഫോണിന് 32GB ഇൻറ്റേർണലും, അതിന് ഏകദേശം 9000 രൂപയാണ് ഇപ്പോൾ ഓഫർ പ്രൈസ് കാണുന്നത്. പിന്നെ വരുന്നത് 4GB റാമുള്ളതിനാണ്. 4GB റാമുള്ളതിന് 64GB ഇൻറ്റേർണലാണ് വരുന്നത്. അത് ഏകദേശം 12000 രൂപയോളം വില വരുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല ഇതിൽ പ്രോസസ്സർ Snapdragon 632 octa-core പ്രോസസ്സറാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇറങ്ങുന്ന അധികം സ്മാർട്ട് ഫോണിൽ Snapdragon പ്രോസസ്സറാണ് വരുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും ബേസിക് ആയിട്ട് വരുന്നത് Snapdragon 500 600 സീരീസ് ആണ്. അപ്പോൾ അതിൽ നല്ലൊരു പ്രോസസ്സറാണ് അവർ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൽ 2 സിം കാർഡും ഒരു SD കാർഡ് സപ്പോർട്ട് ചെയ്യും. റെഡ്മി പല സീരീസിലും 2 സിം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് മെമ്മറി കാർഡ് ഇടാൻ പറ്റുന്ന ഓപ്ഷൻ ഇല്ലായിരുന്നു. പക്ഷേ ഇതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 2 സിമ്മും അതേപോലെ മെമ്മറി കാർഡും ഒരേ സമയം യൂസ് ചെയ്യാം. അതോടൊപ്പം 512GB വരെ നമുക്ക് SD കാർഡ് വെച്ച് എക്സ്പാൻഡബിൾ ആണെന്ന് പറയുന്നുണ്ട്. പിന്നെ ഈ സ്മാർട്ട് ഫോണിൽ ഓവറോൾ പറയുകയാണെങ്കിൽ അവരിതിൽ ഒരു പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്, P2i, അതായത് പൾസ്ഡ് പ്ലാസ്മ പ്രൊട്ടക്ഷനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഏകദേശം നമുക്ക് ചെറുതായിട്ട് ചെറിയ രീതിയിൽ വെള്ളം തട്ടിയാലോ മഞ്ഞ് തട്ടിയാലോ ഈർപ്പം തട്ടിയാലൊന്നും കുഴപ്പമില്ല, വാട്ടർ ഉള്ളിലേക്ക് കടക്കില്ലെന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ വാട്ടർ പ്രൂഫ് ഒന്നുമല്ല, വെള്ളത്തിലിട്ട സാധനം കേട് വരെ ചെയ്യും. കാരണം ഇത് ബഡ്ജറ്റ് സീരീസിലാണ്. ബഡ്ജറ്റ് സീരീസിൽ വാട്ടർ പ്രൂഫ് കൊണ്ടുവരാന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ ബാറ്ററി വരുന്നത് 4000 mAh കപ്പാസിറ്റിയോട് കൂടിയാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ 1 day ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. റെഡ്മി നോട്ട് 5 പിടിക്കുന്ന ഒരു ഫീൽ തന്നെയാണ്, ഒരു ഗ്ലാസ് ഫിനിഷ് ആണെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ എന്താ പറയുക, ബഡ്ജറ്റ് സീരീസ് നോക്കുമ്പോൾ ഇത് കുഴപ്പമില്ലാത്തൊരു സ്മാർട്ട് ഫോണാണ്. അപ്പോൾ നമുക്ക് ഈ ഫോൺ ഒന്ന് ബൂട്ട് ചെയ്ത് ഇതിൻ്റെ പെർഫോമൻസും ഇതിൻ്റെ ക്യാമറ ക്ലാരിറ്റിയും ഒന്ന് ചെക്ക് ചെയ്യാം. ഇപ്പോൾ ഫോൺ ഓണായി വന്നു. റെഡ്മി ബൈ Xiaomi അതിൻ്റെ ബൂട്ട് ലോഗോ കാണുന്നുണ്ട്. അപ്പോൾ ഫോൺ ഫസ്റ്റ് ടൈം ബൂട്ടായി വന്നിട്ടുണ്ട്. ജസ്റ്റ് സെക്കൻഡ് സാധാരണ വരുന്ന പോലെ തന്നെ ഫസ്റ്റ് ഇനീഷ്യലൈസ് സ്റ്റേജ് വന്നിട്ടുണ്ട്. MIUI 10 ആണ്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ആൻഡ്രോയിഡ് 9.0 പൈ ആണ് വരുന്നത്. ലേറ്റസ്റ്റ് ആൻഡ്രോയിഡ് OS ആണ് വരുന്നത്. അതേപോലെ നമുക്കിതിൽ ലാംഗ്വേജും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫോൺ ഇവിടെ ഡിഫാൾട്ട് ഹോം പേജിൽ വന്നിട്ടുണ്ട്. MIUI 10 ലോഡ് ചെയ്ത് വന്നിട്ടില്ല, കാരണം MIUI 10 ആണ് ഇതിലുള്ളത്. ആൻഡ്രോയിഡ് 9.0 പൈ ആണുള്ളത്. വൈഫൈ ഒക്കെ ഡിഫാൾട്ട് ഓണേ വന്നിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, സാധാരണ റെഡ്മി ഫോൺ യൂസ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഞാൻ 3 വർഷമായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡിസ്പ്ലേ ഒക്കെ നല്ല ക്ലിയർ ആണ്, നല്ല ക്ലാരിറ്റി ഡിസ്പ്ലേ ആണ്. ഫുൾ HD അല്ല, എന്നാലും HD ആണ്. 720p വരെയാണ് ഇതിന് സപ്പോർട്ട് പറയുന്നത്. അപ്പോൾ ഡിസ്പ്ലേ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ബ്രൈറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ സ്പീഡും കാര്യങ്ങളും ചെക്ക് ചെയ്യാം. അതിന് വേണ്ടി നമുക്ക് ഇതിൻ്റെ ക്യാമറ ഒന്ന് ചെക്ക് ചെയ്യാം, കാരണം ഇത് ക്യാമറയ്ക്ക് വേണ്ടി ഫോക്കസ് ഇറക്കിയ ഫോണാണെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കിത് പെർഫോമൻസിനേക്കാൾ ഉപരി ക്യാമറ ഒന്ന് ചെക്ക് ചെയ്യാം. കാരണം പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ റെഡ്മിയിൽ എല്ലാവർക്കും അറിയുന്നുണ്ടാവും, റെഡ്മിയുടെ ബഡ്ജറ്റ് സീരീസിലൊക്കെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ലാത്ത പെർഫോമൻസ് ആണ്. ബാറ്ററിയും അതേപോലെ മൾട്ടി ടാസ്കിങ് എല്ലാം ഒരു കുഴപ്പമില്ലാത്ത രീതിയിലുള്ള പെർഫോമൻസ് ആണ്. അപ്പോൾ നമുക്കിതിൻ്റെ ക്യാമറ ടെസ്റ്റ് ചെയ്യാം, പെർഫോമൻസിന് ഉപരി ക്യാമറ ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ മുന്നിൽ ഒരു 32 മെഗാപിക്സൽ സെൽഫി ക്യാമറ വന്നിട്ടുണ്ട്. AI ബ്യൂട്ടിഫൈ മോഡ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഇതിൻ്റെ ക്യാമറ ആപ്ലിക്കേഷൻ ചെക്ക് ചെയ്യാം. MIയുടെ AI ക്യാമറ ഡിറ്റക്ട് സീൻസ് ഓട്ടോമാറ്റിക്കലി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. MIയുടെ സാധാരണ ഡിഫാൾട്ട് യൂസർ ഇൻ്റർഫേസ് ആണ് വരുന്നത്. പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. ഒരു AI എന്ന് പറഞ്ഞൊരു എക്സ്ട്രാ ഓപ്ഷൻ മാത്രം വന്നിട്ടുണ്ട്. ഒരു AI ക്യാമറ എനേബിൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ മാത്രം ഇതിൽ അഡീഷണൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് ക്യാമറയുടെ പെർഫോമൻസ് എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ബാക്ക് ക്യാമറ ചെക്ക് ചെയ്യാം. ബാക്ക് ക്യാമറ കളർ സെൻസിറ്റിവിറ്റി കുഴപ്പമില്ല, അല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കളർ സെൻസിറ്റിവിറ്റിയാണ് വരുന്നത്. നമുക്കിനി ഒരു ഒബ്ജക്റ്റ് വെച്ച് ചെക്ക് ചെയ്യാം. ഡിഫോൾട്ട് സെറ്റിങ്സിലാണ് ഇപ്പോൾ ഫോട്ടോ എടുത്തത്. വലിയ കുഴപ്പമില്ല, നല്ല അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് ആ ഫോട്ടോ കിട്ടുന്നുണ്ട്.
അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് കുഴപ്പമില്ല. അതിൻ്റെ ആ ഒരു സബ്ജക്റ്റ് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. ഡീറ്റെയിൽ ഒന്നും വല്ലാതെ ഇതിൽ നഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ഇതിൽ പല മോഡുണ്ട്, HDR, അതേപോലെ AI, പിന്നെ ഫിൽറ്റേഴ്സ് ഉണ്ട്. പിന്നെ അതുപോലെ കഴിഞ്ഞിട്ട് ഇതിൽ ഒരുപാട് ബ്യൂട്ടിഫൈ മോഡ്, ടൈമർ വെക്കാനുള്ള ഓപ്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വേണ്ടി ഈ ക്യാമറ, അപ്പോൾ നമുക്കിതൊക്കെ ക്യാമറ ഡീറ്റെയിൽസ് ഒക്കെ വേറൊരു വീഡിയോയിൽ ഫുള്ളി നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ ക്യാമറ വലിയ കുഴപ്പമില്ല. ഇനി ഫ്രണ്ട് ഫേസിങ് ക്യാമറയാണ് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് ഫേസിങ് ക്യാമറ. എന്താ പറയുക, നല്ലൊരു ലൈറ്റ്, ഞാനിപ്പോൾ റൂമിനകത്ത് ലൈറ്റ് ഉണ്ട്, പക്ഷെ എന്നാലും സാധാരണ ക്യാമറയ്ക്കാട്ടിലും കൂടുതൽ ക്ലാരിറ്റിയിൽ ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് അതിൻ്റെ ബ്യൂട്ടിഫിക്കേഷൻ മോഡ് കൊണ്ടാണ് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. അപ്പോൾ ബ്യൂട്ടി ലെവൽ എത്രത്തോളം വേണമെന്നുള്ളത് സെറ്റ് ചെയ്യാനുള്ള ആ ഒരു ഓപ്ഷൻ ഇതിനിടയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. വേണ്ടെന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. ബ്യൂട്ടി ലെവൽ എത്രത്തോളം പോകണമെന്ന് കൊടുത്തിട്ടുണ്ട്. ക്യാമറ കുഴപ്പമില്ല. ഇത് പ്രധാനമായിട്ട് നമുക്ക് ഉപയോഗപ്പെടുന്നത് ഔട്ട്ഡോർ ആണ് കേട്ടോ. ഇൻഡോറിൽ ലോ ലൈറ്റിലൊന്നും വലിയ ക്ലാരിറ്റി പ്രതീക്ഷിക്കരുത്, കാരണം ബഡ്ജറ്റ് സീരീസിലുള്ള ഫോണാണ്. അപ്പോൾ ഓവറോൾ പറയുകയാണെങ്കിൽ ഫോണ് നല്ലതാണ്. ബഡ്ജറ്റ് സീരീസിൽ നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ഫോണാണ്. അപ്പോൾ നമുക്കിനി ഈ സ്മാർട്ട് ഫോണിൻ്റെ ഫിംഗർ പ്രിൻ്റ് സ്പീഡൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം ഒരു ഫിംഗർ പ്രിൻ്റ് ഇതിൽ ആഡ് ചെയ്യണം. ഫാസ്റ്റായിട്ട് തന്നെ ഫിംഗർ പ്രിൻ്റ് റീഡ് ആവുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ഫിംഗർ ആഡ് ചെയ്തു. അതേപോലെ ഫോൺ അൺലോക്കായി. അതായത് ഫാസ്റ്റ് അൺലോക്കാണ്, പെട്ടെന്ന് ഫോൺ അൺലോക്ക് ആവുന്നുണ്ട്. വൺ ടച്ചാണ്, കൈ അധികം വെച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതേപോലെ നമുക്ക് കൈ ഫിംഗർ ഇതിൽ വെച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല, കാരണം ഫാസ്റ്റ് റീഡിംഗ് ആണ്, പെട്ടെന്ന് റീഡ് ചെയ്യുന്നുണ്ട്. എൻ്റെ ലെഫ്റ്റ് ഹാൻഡ് റീഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഫിംഗർ പ്രിൻറ്റ് അക്യുറേറ്റ് ആണ്. അതേപോലെ ഇതിൽ ഫേസ് ഡിറ്റക്ഷൻ ഒക്കെ ഉണ്ട്. സാധാരണ ഫോണിൽ വരുന്ന പോലെ ഫ്രണ്ട് ക്യാമറ വെച്ചിട്ടൊരു ഫേസ് ഡിറ്റക്ഷൻ വരുന്നുണ്ട്. സെൻസർ അല്ല, ഫേസ് ഡിറ്റക്ഷൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്കത്തെ ആ പ്രൊട്ടക്ഷൻ ഊരി മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നല്ല അടിപൊളി ഫിനിഷാണ്. ഇത് ഗ്ലാസ് അല്ല, പ്ലാസ്റ്റിക് ആണ്. പക്ഷെ നല്ല അടിപൊളി, നല്ലൊരു പ്രീമിയം ലുക്കാണ്. ഈ 10,000 രൂപയ്ക്ക് താഴെ നല്ലൊരു അടിപൊളി, എന്താ പറയുക, ഒരു കോസ്റ്റ്ലി ലുക്ക് തന്നെ കിട്ടുന്നുണ്ട്. എന്തായാലും ഇത് നല്ലപോലെ ഫിംഗർ പ്രിൻറ്റ് ഇതിൽ നല്ലപോലെ വീഴും. അപ്പോൾ ഒരു നല്ല കേസ് ഇട്ട് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് എന്തായാലും അത്യാവശ്യമാണ്. അപ്പോൾ എന്തായാലും ഫോണ് അടിപൊളിയാണ്. ഈ ഒരു വിലയ്ക്ക് പെർഫോമൻസ് ആയാലും ലുക്കിലായാലും ഈ ഒരു ഫോണ് ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫോണിൻ്റെ എല്ലാ വേരിയൻറ്റും വാങ്ങാനുള്ള ലിങ്കുകൾ, അപ്പോൾ ഈ ഫോണിൻ്റെ എല്ലാ വേരിയൻറ്റും വാങ്ങാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അവിടെ പോയി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. അപ്പോൾ ഇനി നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നു പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള നല്ല നല്ല റിവ്യൂസും കുറച്ച് അറിവുകളും കിട്ടുന്നതിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെക്കുക.